ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. അഞ്ചൽ മേഖലയിൽ ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് നേരെ അതിക്രമം വർദ്ധിച്ചു വരുന്നതായി BJP നേതാക്കൾ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. വിളക്കുടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസും സംഘടിപ്പിച്ചു. പത്തനാപുരത്ത് വിദേശ മദ്യവിൽപ്പനക്കിടെ 5 പേർ അറസ്റ്റിൽ. റെയ്ഡിൽ 10 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. അഞ്ചൽ മേഖലയിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. അഞ്ചൽ മേഖലയിൽ ദളിത് പിന്നോക്ക സമുദായക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അഞ്ചൽ പഞ്ചായത്തിലെ മയിലോട്ടുകോണത്ത് ദളിത് യുവാവിനെ കശാപ്പ് കത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് BJP ആരോപിക്കുന്നു. ഈ സംഭവത്തിനു ശേഷം അധികനാൾ കഴിയുന്നതിന് മുൻപാണ് അഞ്ചൽ ഏരൂരിൽ ദളിത് യുവതിയെ പീഡനത്തിനിരയാക്കാനും കൊലപ്പെടുത്താനും ശ്രമമുണ്ടായത്. 4 മാസം പ്രായമുള്ള കൈക്കുഞ്ഞും യുവതിയും മാത്രം വീട്ടിലുള്ളപ്പോൾ ഒരാൾ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും യുവതിയെ കടന്നുപിടിക്കുകയും ായിരുന്നു. സംഭവത്തെക്കുറിച്ച് യുവതി ഏരൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. കിഴക്കൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ദളിതർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും ദളിത് യുവതിയെ പീഡിപ്പിച്ച പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് S. ഉമേഷ് ബാബു, BJP അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് AP വേണുഗോപാൽ, ഏരൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അനിൽ, സെക്രട്ടറി R. സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്ന് പറയുന്ന സംസ്ഥാനത്ത് അവരുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന ദളിത് പിന്നോക്ക പീഡനങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് ആക്ഷേപകരവും അപലപനീയവും. തീർച്ചയായും മനുഷ്യത്വരഹിതമായ പീഡനങ്ങളാണ് ഇവിടെ ഈ പുനലൂർ താലൂക്കിൽ അഞ്ചൽ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെയോ അധിക്ഷേപിക്കുകയും ആ പ്രസ്ഥാനങ്ങളെ നേരിടാൻ തയ്യാറായ യുദ്ധസമാനമായ സാഹചര്യത്തിൽ പ്രതിസൃഷ്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. ഏറെ മൈനോട്ട് കൊണ്ടത്ത് മനോജ് എന്ന ദളിത് ചെറുപ്പക്കാരൻ 24 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ പിതാവ് കൂടിയായ മനോജിനെ കൊലപ്പെടുത്താൻ, അതും ഇറച്ചിക്കത്തിക്ക് വെട്ടി പരിക്കേൽപ്പിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് തുടർ ചികിത്സയ്ക്കായി കൊണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ 7 ദിവസം കഴിഞ്ഞുകൂടിയ യുവാവിനെതിരെ, ആ യുവാവിനുണ്ടായ പീഡനത്തിനെതിരെ അഞ്ചൽ പോലീസ് ക്രിയാത്മകമായി പട്ടികജാതി പീഡന നിരോധന നിയമമനുസരിച്ച് കേസെടുത്തില്ല എന്ന് മാത്രമല്ല, കൊലപാതക ശ്രമത്തിന് കേസെടുത്തില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയം. ഭരണകക്ഷിക്കാരുടെ, വിശേഷിച്ച് CPM നേതാക്കന്മാരുടെ, പ്രാദേശിക നേതാക്കന്മാരുടെ ഇടപെടലാണ് അത്തരത്തിൽ കേസ് എടുക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് സുവ്യക്തമാണ്. അത് നാട്ടുകാർക്ക് അറിയാവുന്നത്. അതിനുശേഷമാണ്
ഏരൂർ പഞ്ചായത്തിലെ 20 വയസ്സ് മാത്രം പ്രായമുള്ള യുവതിക്ക് നേരെ നടന്ന പീഡന ശ്രമവും കൊലപാതക ശ്രമവും അത് നമ്മുടെ നാടിതുവരെയും അറിഞ്ഞിട്ടില്ല. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് കെട്ടിച്ചമച്ച കഥകൾ എക്സാജറേറ്റ് ചെയ്ത് വാർത്താമാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ആറാട്ടുത്സവം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ മുമ്പേ പറഞ്ഞതുപോലെ മുക്കിന് കീഴിൽ നടക്കുന്ന സംഭവങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നമ്മുടെ നാട്ടിൽ സൗമ്യമാരെ സൃഷ്ടിക്കാനും അതേപോലെ തന്നെ ഗോവിന്ദചാമ്യന്മാരുടെ പുനർജനി ഉണ്ടാകാനും ഇടയാക്കുമെന്നാണ് ഈ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ മേഖലയിൽ വിവിധ പാർട്ടികളിൽ നിന്നും സിപിഐയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രമുഖരാണ് വിവിധ പാർട്ടികൾ വിട്ട് സിപിഐയിൽ ചേർന്നത്. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ഇവർക്കായി ഒരുക്കിയത്. ബിജെപിയിലും യുവമോർച്ചയിലും കോൺഗ്രസിലുമായി നിരവധി കാലം പ്രവർത്തിച്ച പ്രമുഖരാണ് സിപിഐയിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറച്ചുകാലമായി നിരവധി പേർ ബിജെപിയിൽ നിന്നും മറ്റു പാർട്ടികളിലേക്ക് പോയിരുന്നു. അതിനു പിന്നാലെയാണ് യുവമോർച്ച സംസ്ഥാന സമിതി അംഗമായിരുന്ന അരുൺ ചന്ദ്രശേഖർ, ബിജെപി അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന SB ഷിജു, ബിജെപി OBC മോർച്ച നിയോജകമണ്ഡലം സെക്രട്ടറിയായിരുന്ന നെടിയറ സജീവ്, ബിജെപി മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന രാഹുൽ രാജ്, മഹിളാ മോർച്ച നിയോജകമണ്ഡലം സെക്രട്ടറിയായിരുന്ന നിർമ്മല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായിരുന്ന അജിത് എന്നിവർ സിപിഐയിലേക്ക് എത്തിയത്. ബിജെപിയുടെ കപടത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബിജെപിയിൽ നിന്നും രാജിവെച്ചതെന്ന് അരുൺ ചന്ദ്രശേഖർ പറഞ്ഞു. RSSന്റെ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന ശൈലി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോടും പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം കഴിഞ്ഞ ആഗസ്റ്റ് 24-ാം തീയതി അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്ത്യക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അവിടുത്തെ ബൂത്ത് പ്രസിഡന്റിനെയും യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന എന്നെയും 7-8ഓളം വരുന്ന RSSന്റെ BJPയുടെയും നിലവിലെ നേതാക്കള് നാനാമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടിയൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സംഭവത്തിലൊരു പരാതി ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെയും RSSന്റെയും നേതാക്കൾക്ക് നൽകിയിട്ട് 10-20 ദിവസം പിന്നിട്ടിട്ടും അതൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാൻ അവരാരും തയ്യാറായില്ല എന്നുള്ള സാഹചര്യമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. സിപിഐയിലെത്തിയവരെ അഞ്ചലിൽ ചേർന്ന സിപിഐ അഞ്ചൽ മണ്ഡലം ലീഡേഴ്സ് ക്യാമ്പിൽ വെച്ച് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു ഹാരമണിയിച്ച് സ്വീകരിച്ചു. MLA മുല്ലക്കർ രത്നാകരൻ, സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് N അനിരുദ്ധൻ, പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം PS സുപാൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M സലീം, സിപിഐ അഞ്ചൽ MC സെക്രട്ടറി ലിജു ജമാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിച്ച ജവാന്മാർക്കായി സ്കൂളുകളിൽ സ്മാരകമൊരുങ്ങുന്നു. കോട്ടവട്ടം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്ന ജോസ് തരിയന് കോട്ടവട്ടം സ്കൂളിലാണ് സ്മാരകം നിർമ്മിക്കുന്നത്. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിച്ചവർക്കാണ് സ്മാരകം ഒരുക്കുന്നത്. കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. 2002 സെപ്റ്റംബർ 22-ന് കാശ്മീരിൽ മംഗോള രജൌറി തീവ്രവാദികളെ നേരിടുന്നതിനിടെ മരിച്ച കോട്ടവട്ടം സ്നേഹാലയത്തിൽ ജോസ് തരിയൻ പഠിച്ച സ്കൂളിലെത്തിയ BSF ഉന്നത ഉദ്യോഗസ്ഥർ സ്മാരകം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം പരിശോധിച്ചു. 21-ന് സ്കൂളിൽ വിവിധ ചടങ്ങുകളോടെയാണ് സ്മാരക ഫലകം സ്ഥാപിക്കുന്നത്. ശിലാഫലകം സ്കൂൾ അധികൃതർക്ക് BSF ഉദ്യോഗസ്ഥരെത്തി കൈമാറി. നിയോജക മണ്ഡലത്തിൽ തലവൂർ വടകോട് D മോനച്ചന്റെ സ്മാരക ഫലകം കൊട്ടാരക്കര കിഴക്കേതെരുവ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മഞ്ഞക്കാല T റെജിയുടെ സ്മാരക ഫലകം IGM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ചെളിക്കുഴി സ്വദേശി G സുരേന്ദ്രന്റെ സ്മാരക ഫലകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാഴിയിലും ചെമ്മന്തൂർ ബിനു ഭവനിൽ ബാബു ജോർജിന്റെ ഫലകം പുനലൂർ ബോയ്സ് ഹൈസ്കൂളിലും സ്ഥാപിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭാഗം സേനകളിലെയും വീരമൃത്യു വരിച്ചവർക്കായി സ്കൂളുകളിൽ സ്മാരക ഫലകം സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും BSF മാത്രമാണ് നടപടികളിലേക്ക് കടന്നത്. മഹനീയ ചടങ്ങ് അനാച്ഛാദനമെന്ന മഹനീയ ചടങ്ങ് നിർവഹിക്കുവാൻ പുനലൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ഡോക്ടർ കാർത്തികേയൻ യോഗിൽ ചന്ദ്രൻ അവർ നിർവഹിക്കുന്നതുമാണ്. നാടിൻ്റെ നാനാത്രകളിലുള്ള വ്യക്തികൾ ഈ ചടങ്ങിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. വിളക്കുടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് പാലാട്ടുകോണ മേലായിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ M. രാജഗോപാൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു.
കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബഹുജന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പുമാണ്. തീർച്ചയായിട്ടും വരുന്ന പഞ്ചവത്സര പദ്ധതിയിൽ ഉൽപ്പാദന മേഖലയ്ക്കാണ് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്നിപ്പോൾ ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈ ദിശയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് വലിയ സാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ നഗരപ്രദേശത്ത് എത്ര നമ്മൾ കൃഷിയെ സംബന്ധിച്ച് പ്രസംഗിച്ചാലും ഇതേപോലെ നെല്ലിൻ്റെ വിളവെടുപ്പൊക്കെ ഇതുവരെ ഞങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികച്ച മോഡൽ എന്നുള്ള നിലയിൽ നഗരസഭയും കാർഷിക മേഖലയിൽ ഈ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് തയ്യാറാവുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ പോലെ നഗരസഭാ പ്രദേശങ്ങളിലും കൃഷി വ്യാപകമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പറഞ്ഞു. തരിശ് പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മഞ്ഞമൺകാല പാലാട്ടുകോണം മേലായിലും നെൽകൃഷി ഇറക്കിയത്. 1 ഏക്കറോളം വരുന്ന പ്രദേശത്തായിരുന്നു കൃഷി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കൃഷി 100% വിജയമായിരുന്നതായും ഇതുമായി സഹകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി തൊഴിൽ സേന രൂപീകരിച്ച് പ്രവർത്തനം വിപുലമാക്കുമെന്നും കൃഷി ഓഫീസർ അനീസ പറഞ്ഞു. പ്രദേശത്തെ കൂടുതൽ തരിശു നിലങ്ങൾ ഏറ്റെടുത്ത് പഞ്ചായത്ത് നേതൃത്വത്തിൽ ജൈവകൃഷി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ KG വിനുവും അഭിപ്രായപ്പെട്ടു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളമ്പൽ C വിജയൻ, വാർഡ് മെമ്പർ KG വിനു, പഞ്ചായത്ത് അംഗങ്ങളായ സജീവ് അജിമോൻ, കൃഷി ഓഫീസർ അനീസ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 20,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. കൊയ്ത്തുത്സവ വേദിയിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. കുട്ടികളിൽ നെൽകൃഷിയെ പറ്റിയുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയാണ് കുതിരച്ചിറ LPSലെയും കുന്നിക്കോട് APPM VHSലെയും വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായാണ് വിദ്യാർത്ഥികളെയും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളാക്കിയത്. കുതിരച്ചിറ LP സ്കൂളിലെയും കുന്നിക്കോട് APPM സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായത്. കൊയ്ത്തുപാട്ടും താളത്തിനൊത്ത കൊയ്ത്തും വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി വിദ്യാർത്ഥികൾക്ക് ക്ലാസും നൽകി. ഈ വയൽ ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടി പാടം എടുത്തിട്ട് അത് പയറ് ചെയ്തിട്ട് പയറ് മാറ്റിയ ശേഷം ഈ നില ഇവരെ കൊണ്ട് ഇതിന്റെ പോച്ചയൊക്കെ ചെത്തി മാറ്റി ഈ കറിയായി കിടക്കുന്ന ഭാഗം ഒരു കിളച്ച് ഇതിനകത്ത് എന്താ ഒരു ജയുടെ ഈ വിത്ത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ പഞ്ചായത്ത് കിട്ടി ഇത് വെച്ചിട്ട് നമ്മൾ വിതച്ചിട്ട് എന്തായാലും അതിനെ ഒരു 25 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഈ പരുവെത്തി. അതിപ്പോൾ ഇതിനകത്തുള്ള അധികമുള്ള ഞാറ് പിരിച്ച് എവിടെ വിട്ടോ ചാലിൽ നട്ട്. അപ്പം ചാലിൽ നട്ടിൻ്റെ ഈൽഡ് ഇത് വ്യത്യാസം കണ്ടോ? അത് കാരണം നെല്ല് ഇപ്പോൾ കൃഷി ചെയ്യാൻ ഏറ്റവും സൗകര്യം ഏതാണെന്നോ കിട്ടിയിട്ടില്ല. ആ ചാല് തട്ടിനകത്ത് കൂടുതൽ ഈൽഡ് ഉണ്ടല്ലേ, ഇതിനകത്ത് ഈൽഡ് കുറവാണ്. അപ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ട് ഒരു വളപ്രയോഗം നമ്മൾ നടത്തിയിട്ടില്ല. കാരണം എന്താണ്? ബേസിക്കായിട്ട് ഇതിനകത്ത് എന്തുണ്ടായിരുന്നു? നൈട്രജന്റെ കണ്ടന്റ് ഉണ്ടായിട്ട് കൃത്രിമമായ വളപ്രയോഗങ്ങളൊന്നും നടത്തിയില്ല. അങ്ങനെ ആ പ്രോസസ്സ് കഴിഞ്ഞ് 150 ദിവസം കഴിഞ്ഞപ്പോൾ 2 ഡേയ്സിന് മോറായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കേരള വേളാർ സർവീസ് സൊസൈറ്റി കൊല്ലം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാം സമ്മേളനം സംഘടിപ്പിച്ചു. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ വേളാർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് കേരള വേളാർ സർവീസ് സൊസൈറ്റി. സംഘടനയുടെ കൊല്ലം പത്തനംതിട്ട ജില്ലാ സമ്മേളനം അഞ്ചലിൽ സംഘടിപ്പിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. കേരള വേളാർ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് വിലങ്ങറയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച സമ്മേളനം കേരള വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. വനത്തിനകത്താണ് നിങ്ങൾക്ക് ഈ കല നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണ് അവിടെ ഉള്ളുവെങ്കിൽ ആ മണ്ണ് നിങ്ങൾക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ഇനി അവിടെ മാത്രമല്ല ഫോറസ്റ്റിനകത്ത് മാത്രമല്ല ഫോറസ്റ്റിന് പുറത്ത് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാവശ്യമായിട്ടുള്ള മണ്ണ് ലഭ്യമാക്കുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പുതിയതായ അധികാരത്തിൽ വന്നിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. അത്തരം തടസ്സങ്ങൾ മാറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗത വ്യവസായമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരമ്പരാഗത വ്യവസായത്തിലെ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നിലവിൽ വേളാർ സമുദായം അനുഭവിക്കുന്ന മണ്ണിന്റെ ദൌർലഭ്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. നിർജ്ജീവമായി കിടക്കുന്ന മൺപാത്ര നിർമ്മാണ വികസന കോർപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വേളാർ സമുദായത്തെ പിന്നോക്ക വിഭാഗമായി പ്രഖ്യാപിക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾ നൽകാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കശുവണ്ടി പിന്നോക്ക കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, മുല്ലക്കര രത്നാകരൻ MLA, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B രാധാമണി, KPCC എക്സിക്യൂട്ടീവ് സമിതി അംഗം അഞ്ചൽ സോമൻ എന്നിവർ സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ ചന്ദ്രബാബു, കേരള വേളാർ സർവീസ് സൊസൈറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TC ബേബി, കേരള മൺപാത്ര നിർമ്മാണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TC സുന്ദരേശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കേരള വേളാർ സർവീസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി റീന അനിൽ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിദേശമദ്യ വിൽപ്പന നടത്തിവന്ന 5 പേരെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. റെയ്ഡിൽ 10 ലിറ്റർ വിദേശമദ്യവും പിടികൂടി.
പത്തനാപുരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി വിൽപ്പന നടത്തുന്നതിനിടയിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 5 പേരെ പോലീസ് പിടികൂടിയത്. ചേലക്കോട് മേഖലയിൽ മദ്യവിൽപ്പനയ്ക്കിടെയാണ് ഏനാദിമംഗലം പൂതങ്കര ആലുമൂട്ടിൽ രാജൻ, കടമാൻകുഴി പുത്തൻവീട്ടിൽ ശിവദാസൻ എന്നിവർ പിടിയിലാകുന്നത്. 6 ലിറ്റർ വിദേശമദ്യവും പോലീസ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയിരുന്നു. 3 ലിറ്റർ വിദേശമദ്യവുമായാണ് മാലൂർ കൊട്ടട കൊച്ചുതുണ്ടിൽ വീട്ടിൽ രവി പോലീസിന്റെ പിടിയിലാകുന്നത്. മാലൂർ കരിമ്പാലൂരിലായിരുന്നു രവി മദ്യവിൽപ്പന നടത്തിയിരുന്നത്. കല്ലുംകടവിലെ സാംസ്കാരിക നിലയം കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തുന്നതിനിടെ കലഞ്ഞൂർ കാരൂർ വയൽ കനാൽ പുറമ്പോക്കിൽ രാജൻ, കലഞ്ഞൂർ കൊല്ലമുക്ക് ഷിജു ഭവനത്തിൽ ബിജു എന്നിവരെയും പത്തനാപുരം പോലീസ് പിടികൂടിയിരുന്നു. 2 പേരുടെയും പക്കൽ നിന്നായി 10 ലിറ്റർ വിദേശമദ്യവും കണ്ടെടുത്തു. കൊല്ലം റൂറൽ എസ്.പി അജിത ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ ASP കാർത്തികേയൻ, ഗോകുൽ ചന്ദ്രൻ, പത്തനാപുരം CI പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് സംഘടിപ്പിച്ചത്. ലൈവ് വാർത്ത പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. വാഴപ്പാറയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായതായി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയതായും പ്രസിഡന്റ് പറഞ്ഞു. വാഴപ്പാറ വാർഡിൽ കൂടിയ ഗ്രാമസഭയിൽ നിന്ന് കുടിവെള്ള പദ്ധതിയുടെ സംരക്ഷണത്തിനായി ഉപഭോക്തൃ സമിതി രൂപീകരിച്ചതായും വൈദ്യുതി ബിൽ ഉപഭോക്തൃ സമിതി അംഗങ്ങൾ അടച്ച് കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയതായും പ്രസിഡന്റ് പറഞ്ഞു. ഉപഭോക്തൃ സമിതി കൈമാറി അവരതിന്റെ കറന്റ് ചാർജും പരിപാലന ചെലവും ഏൽക്കണമെന്നാണ് ഗവൺമെന്റ് ഉത്തരവ്. കഴിഞ്ഞ UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് ഞാൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വാഴപ്പാറ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 4 മാസക്കാലം അൻസർ പഞ്ചായത്ത് മെമ്പറായിരുന്ന സാഹചര്യത്തിൽ അന്ന് അത് വിച്ഛേദിച്ച് കിടന്നതാണ്. കറണ്ട് ചാർജ് അടയ്ക്കാത്തതിൻ്റെ ഫലമായിട്ട് കറണ്ട് വിച്ഛേദിച്ചു. 4 മാസം നമ്മുടെ വെള്ളം കൊടുത്തില്ല. അപ്പോൾ അന്ന് ഗവൺമെൻറ്റിന് പ്രത്യേക സാങ്ഷൻ വാങ്ങിച്ച്, അന്നത്തെ മന്ത്രിയുടെ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ടാണ് അത് പുനഃസ്ഥാപിച്ചത്. അന്ന് പറഞ്ഞ പ്രത്യേക ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഇനി മേലാൽ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, ഉപഭോക്തൃ സമിതി എടുത്ത് അടിയന്തരമായിട്ട് ഇത് കറണ്ട് ചാർജ് അവർ തന്നെ അടച്ചേ മതിയാകും. ഇത് കേരളത്തിൽ മൊത്തം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് നിർദ്ദേശമാണ്.
ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച അന്ന് തന്നെ നൂറുകണക്കിന് ആളുകളിലൂടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാര്യേജ് സർട്ടിഫിക്കറ്റ് കരമടയ്ക്കാൻ കൊടുക്കാനായിട്ടെല്ലാം വന്നു നിന്നവരെ ബുദ്ധിമുട്ടിലാക്കി 10-15 ആളുകളെ കൊണ്ടുവന്ന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടുകൂടി ഈ ഓഫീസിൽ പ്രവർത്തനം സംബന്ധിച്ച ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഒരു ഗറില്ല മോഡൽ സമരം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകരും വാർഡ് മെമ്പറും ഈ ജനങ്ങളോട് മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ട്. തയ്യാറാണെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഡ് മെമ്പർ ഷീജ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ കാട്ടിയത് അങ്ങേയറ്റം മോശമായ നടപടികളാണെന്നും വാർഡിലെ ജനങ്ങളെ ബോധപൂർവ്വം വാർഡ് മെമ്പർ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും എച്ച് നജീബ് മുഹമ്മദ് പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതൽ നിരാഹാര സമരത്തിനായിരുന്നു വാർഡ് മെമ്പർ ഷീജ ചന്ദ്രബാബു തീരുമാനിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ മേഖലയിൽ ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് നേരെ അതിക്രമം വർദ്ധിച്ചു വരുന്നതായി BJP നേതാക്കൾ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. വിളക്കുടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസും സംഘടിപ്പിച്ചു. പത്തനാപുരത്ത് വിദേശ മദ്യവിൽപ്പനക്കിടെ 5 പേർ അറസ്റ്റിൽ. റെയ്ഡിൽ 10 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.